നോക്കിയപ്പോഴത്തേക്കും വേല കുത്തി ഞാൻ നിൽക്കുകയാണ്. കാരണം അനുഗ്രഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്നും ഓർമ്മ കാണൂല ഗൈസ്. അത് ഇത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം ഇത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഊർജ്ജമാണ് നമുക്കുണ്ടാവും. ആ ഊർജ്ജത്തിൽ നമ്മൾ അൺകോൺഷ്യസ് ആയി. ഓക്കെ, ഇത് വല്ലാത്തൊരു ഊർജ്ജമാണ്, പോസിറ്റീവ് വൈബാണ്. ആ വൈബിന് നമ്മളങ്ങ് മതിമറന്ന് പോകുന്നുള്ളതാണ് അച്ഛന്റെ വാദം അല്ലെ. അതായത് ഇങ്ങനെ പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്ത് ഏതോ ലെവലിലേക്ക് എത്തിക്കാണ് പുള്ളിക്കാരൻ. എന്നാൽ അതേ സമയം കാർത്തിക് സൂര്യ പറയുന്നത് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമല്ല ഗായ്സ്. നമ്മൾ വേല് കുത്തുന്നതും കാവടി ആടുന്നതും നമ്മൾ അറിയുക പോലും ഇല്ല എന്നൊക്കെ. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാണെന്നുള്ളതൊക്കെയാണ് കാർത്തിക് സൂര്യോട് പറഞ്ഞു വെക്കുന്നത് അല്ലെ. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ, എന്റെ അഭിപ്രായമാണ് കേട്ടോ, ഡിവോഷണലി ചിന്തിക്കുന്ന ആളുകൾ എത്ര അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഡിവോഷണലി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതെന്തോ വലിയ സംഭവമായിരിക്കും. പക്ഷെ പുറമേ നിന്ന് നോക്കി കാണുമ്പോൾ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന, സ്വന്തം ശരീരത്തിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളാണ് ഇതെല്ലാം. ഇത്തരം പ്രവൃത്തികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അനുകരിക്കാൻ സാധ്യതയുണ്ട്. അവരിതെല്ലാം അനുകരിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാണെങ്കിൽ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു വീഡിയോ കാണാനിടയായി. നമ്മുടെ റിയാക്ഷൻ വീഡിയോയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ് ഖൈസ് എന്ന് പറയും. ഇറ്റ്സ് മീ ഖൈസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ ആ ഖൈസിൻ്റെ ഒരു ഹൈന്ദവ വിശ്വാസത്തിനെതിരെയുള്ളൊരു അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നൊരു വീഡിയോ ഞാൻ ഇന്ന് കാണാനിടയായി. ആ വീഡിയോയെ പറ്റിയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ കാർത്തിക് സൂര്യയുടെ കനലിനകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വേൽകുത്തി തുള്ളുന്നതും അഗ്നികാവടിയും കാവടി എടുക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ കാർത്തിക് സൂര്യ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വേൽകുത്തി തുള്ളുന്നതും കാവടി എടുക്കുന്നതും അഗ്നികാവടിക്ക് നിൽക്കുന്നവരുടെ ഒരു വ്രതത്തിനെ പറ്റിയും അതിനുണ്ടാകുന്ന ആ ഒരു ഫീലും, അതായത് നമുക്ക് അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ശൂലം കുത്തുന്ന അറിയത്തില്ല, അങ്ങനെയൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് കാർത്തിക് സൂര്യ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് കാർത്തിക് സൂര്യ അനുകൂലിച്ചുകൊണ്ട് കാർത്തിക് സൂര്യയുടെ അച്ഛനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒരു കൂട്ടുകാരനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൽകുത്തി തുള്ളുന്നത് ഹിന്ദുവാണ്, കാർത്തിക് സൂര്യ ഹിന്ദുവാണ്. ഈ പ്രതികരിച്ചിരിക്കുന്നത് ഇറ്റ്സ് മീ ഖൈസ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ്. അപ്പം നമുക്ക് ആദ്യം ഈ കാർത്തിക് സൂര്യ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹര ഹരോ ഹര ഹര. എന്റെ പൊന്നെ ഗൈസ്, ഇന്നലെ ഞാൻ വീഡിയോയുടെ എൻഡ് പറഞ്ഞില്ലേ, ആ സർപ്രൈസ് എന്തൊക്കെ തരാൻ പോവുകയാണ് ഗൈസ്. എന്നെ നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ കോസ്റ്റ്യൂം കണ്ടിട്ടില്ലല്ലോ. അയ്യപ്പന് കറുപ്പാണെങ്കിൽ മുരുകന് കാവ്യാണ് ഗൈസ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അഗ്നികാവടി എടുക്കാൻ പോവുകയാണ്. ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ്. പിന്നെ ആൾക്കാർ ചോദിക്കും ഗൈസ്, ഏറ്റവും കൂടുതൽ വരുന്നത് എന്തിനാണ് വേദന എടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞില്ല ഗൈസ്, ഞാൻ എൻ്റെ വേൽക്കാവടി എടുത്തപ്പോൾ കുത്തിയത് ഊരിയതൊന്നും ഞാൻ അറിഞ്ഞതുപോലും ഇല്ല. എനിക്ക് അന്നേരം അവിടെ ചെന്ന് കണ്ണടച്ചതും തൊഴുത് ചെണ്ടമേളം കേട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒരാൾ പിടിക്കുന്നതായിട്ട് ഫീലായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇവിടെ എന്തോ കിടപ്പിടി സൗണ്ട് കേട്ട് അത് കഴിഞ്ഞ് ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോഴത്തേക്കും വേല കുത്തി ഞാൻ നിൽക്കുകയാണ്. കാരണം അനുഗ്രഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്നും ഓർമ്മ കാണൂല ഗൈസ്. അത് ഇത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം ഇത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഊർജ്ജമാണ് നമുക്കുണ്ടാവും. ആ ഊർജ്ജത്തിൽ നമ്മൾ അൺകോൺഷ്യസ് ആയി. സത്യം ഗൈസ്, എൻ്റെ കാത് കുത്താൻ പോയ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. ആ കാത് കുത്താൻ പോയപ്പോൾ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വേല കുത്താൻ ഇരുന്ന് കൊടുക്കുമെന്നും സ്വഭാവത്തോടുകൂടി ഇരുന്ന് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി. അത് വേദനിക്കും ഗൈസ്. പക്ഷേ ഇത് അറിയില്ല. നമ്മുടെ വ്രതം കൃത്യമാണ്, നമ്മുടെ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ നമ്മള് ഏത് വേദനയും ബോഡി അബ്സോർവ് ചെയ്യുന്നു അറിയില്ല. സത്യം. അത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു ഗൈസ്, പറവക്കാവടി ഉണ്ട്. ഓക്കെ, ഇപ്പൊ അഗ്നികാവടി പോലെ തന്നെ ടഫ് ഈ പറവക്കാവടി. കാരണം ഇവിടെ രണ്ടിടത്തും 6 ഹുക്ക് ഇട്ടിട്ട് അത് ഹുക്കില് കമുക് വണ്ടിയിൽ വെച്ച് കെട്ടിയിട്ട് അതിനകത്ത് തൂക്കിയിട്ട് കുത്തുന്ന അമ്പലത്തിൽ നിന്ന് കാവടി നടക്കുന്ന അമ്പലം വരെ വരുന്നതാണ് പറവക്കാവടി. അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അനുഗ്രഹം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പച്ചയ്ക്ക് പിടിച്ച് കുത്തി കഴിഞ്ഞാൽ ജീവൻ പോകും. അപ്പൊ അനുഗ്രഹം ഉള്ളവർ മാത്രമേ അതൊക്കെ എടുക്കുകയുള്ളൂ. ഇനിയിപ്പോ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ ചാം? ഇതാണ് കാർത്തിക് സൂര്യ പറഞ്ഞേക്കുന്നത്. നമ്മളെ ഹിന്ദു മത വിശ്വാസം അനുസരിച്ച് കാവടി എടുക്കുന്നതും വ്രതം എടുക്കുന്നതും വേൽകുത്തി തുള്ളുന്നതും അഗ്നികാവടി എടുക്കുന്നതും ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്നതും വ്രതം എടുക്കുന്നതും അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് ഖൈസേ. നിന്റെ ഒപ്പീനിയൻ ഇവിടെ ആരും ചോദിച്ചില്ല. നിന്റെ എല്ലാ വീഡിയോകളും സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇതുവരെ അങ്ങനെ റിയാക്ഷൻ ചെയ്തതിൽ കുറേയൊക്കെ എനിക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിനകത്തെ പറ്റി ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല. നിന്റെ അഭിപ്രായമാണ് നീ പറയുന്നത്, എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങളുടെ വിശ്വാസത്തിൽ കയറി ചോദ്യം ചെയ്യാൻ നീ ആരാണ് ഖൈസേ? നിന്റെ താരങ്ങൾ നിർബന്ധിച്ചോ? നിന്റെ താരങ്ങൾ നിർബന്ധിച്ചോ ഈ കാവടി എടുക്കാനും പിന്നെ ശൂലം കുത്താനും അഗ്നികാവടി എടുക്കാനും ഒക്കെ നിന്നോട് ആരെങ്കിലും നിർബന്ധിച്ചോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഖൈസിനോടാണ് ചോദിക്കുന്നത്.
നിങ്ങളുടെ മത ആചാരപ്രകാരം, അതായത് മുസ്ലിം മത ആചാരപ്രകാരം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ തന്നെ ഈ സാധനം കണ്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതായത് സുന്നത്ത് കല്യാണം എന്ന് പറയും. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ 4-5 വയസ്സിനകത്ത് വെച്ചാണ് അത് ചെയ്യുന്നത്. ആ കുഞ്ഞുങ്ങളുടെ സുന്നത്ത് കല്യാണം നടത്തുന്നത് ആ കുഞ്ഞുങ്ങളുടെ അനുവാദം മേടിച്ചിട്ടാണോ? അങ്ങനെയാണോ കൈസ ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ മുസ്ലിം മത ആചാരപ്രകാരം വെട്ടും കുത്തും റാത്തീബും എന്ന് പറഞ്ഞിട്ടൊരു ആചാരമുണ്ട്. ആ ആചാരത്തെ പറ്റി കൈസിന് എന്തുവാണ് അഭിപ്രായം? അതൊന്ന് വിശദീകരിച്ച് തരാമോ? ആ വെട്ടും കുത്ത് റാത്തീബും എന്ന് പറയുന്ന ആ ഒരു ആചാരം എന്തുവാണെന്നുള്ളതൊന്ന് വിശദീകരിച്ച് നിനക്കൊരു വീഡിയോ ചെയ്യാമോ? അതുപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ 30 ദിവസം 31 ദിവസം രാവിലെ 3:30 മുതൽ വൈകുന്നേരം 6 മണി വരെ വെള്ളം പോലും ഇറക്കാതെ ഉമിനീര് ഇറക്കാതെ നിങ്ങളെ ആൾക്കാർ നൊയമ്പെടുക്കുന്നുണ്ടല്ലോ, അത് ആരോഗ്യത്തെ ബാധിക്കത്തില്ലേ? അത് ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമല്ലേ കൈസയത്? ഞങ്ങളുടെ വിശ്വാസം, അതായത് നീ പറയുന്നത് കേട്ടു ഇപ്പൊ ഇത് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുകയാണെന്ന്. അവനവന്റെ ശരീരത്തിൽ കുത്തുന്നത് മറ്റുള്ളവരെ കാണിച്ച് ആ പരിപാടിക്ക് പ്രമോഷൻ ചെയ്യുകയാണെന്ന്. ഹിന്ദു വിശ്വാസ പ്രകാരം ഇത് ആരും പ്രചരിപ്പിക്കുകയോ അല്ലെ പ്രമോഷൻ ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല. കൈസ നീ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ് ഈ കാവടിയാട്ടവും ശൂലം കുത്തും അഗ്നികാവടിയൊക്കെ. നീ ജനിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ കണ്ടു തുടങ്ങിയതാണ് കേട്ടോ. നിന്നെ കഴി എന്തായാലും 1 വയസ്സിന് മൂപ്പുണ്ടെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. എനിക്ക് ഞാൻ തന്നെ ജനിച്ച നാൾ മുതലേ കാണുന്നതാണ് ഈ ശൂലം കുത്തും ഈ കാവടിയാട്ടവും കാവടിയെടുപ്പും ഒക്കെ. അതിപ്പോൾ നീയായിട്ട് അത് പറഞ്ഞ് പ്രമോഷനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അത് പ്രമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നീ എന്തറിഞ്ഞിട്ടാണ് കൈസ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? നീ അതിലെ കമന്റുകൾ നീ വായിച്ചോ? നിങ്ങളുടെ ആൾക്കാർ സുന്നത്ത് നടത്തിയിട്ട് അത് വലിയ ആൾക്കാരെ, ഒരുപാട് ആൾക്കാരെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു കല്യാണം പോലെ നടത്തുന്നുണ്ടല്ലോ, പൈസ വാങ്ങിക്കുന്നുണ്ടല്ലോ. അത് ആചാരം പോലെയല്ലേ നടത്തുന്നത്? ആ കുഞ്ഞിനോട് ചോദിച്ചിട്ടാണോ നിങ്ങളത് ചെയ്യുന്നത്? ഇതിനൊരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നീ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള കാര്യങ്ങളാണ് ഞങ്ങളെ വ്രതമെടുപ്പും ശബരിമല പോക്കും ഈ കാവടിയാട്ടവും അഗ്നികാവടി എല്ലാം നീ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ്. അവരവരുടെ വിശ്വാസം തന്നെ കൊണ്ടുപോയിക്കോട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വ്രതം എടുക്കുന്നതും കാവടി ആടുന്നതും ശബരിമല പോകാനുന്നതും എല്ലാം അത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ അനുവാദമുണ്ട്, സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളുടെ മതത്തിന്റെ മേലിൽ ഞങ്ങൾ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാൻ വരുന്നുണ്ടോ? ഞങ്ങളെ തന്നെ വിശ്വസിക്കണമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? അത് നിങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ മത ആചാരപ്രകാരമാണ് അള്ളാഹുവിനെ മാത്രമേ വിശ്വസിക്കാവൂ എന്നുള്ളത് നിങ്ങളിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമല്ലാത്തവർക്ക് വിശ്വസിക്കണം. ഞങ്ങൾ ആരെയും നിർബന്ധിക്കാൻ വരുന്നില്ല. നിങ്ങളിപ്പോൾ ശൂലം കുത്തിയേ ഇതിപ്പോൾ ഈ ജനുവരി 26-ാം തീയതി തൈപ്പൂയമാണ്. ആ ജനുവരി 26 കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്രതം എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലേ ശൂലം കുത്തിയേ അത് കടന്നു പോകത്തോളന്നില്ല. ഇഷ്ടമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് മാത്രം എടുക്കാനുള്ളതാണ് കാവടിയാട്ടവും അതുപോലെ എന്തുണ്ടെങ്കിലും എന്ത് വ്രതമായാലും. അതിന് ഹിന്ദുമതം ആരെയും നിർബന്ധിച്ച് അത് എടുപ്പിക്കുന്നില്ല. നീയൊക്കെ ഏത് യുഗത്തിലാണ് കൈസ ജീവിക്കുന്നത്? എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. നീ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? കാർത്തിക് സൂര്യയുടെ അച്ഛൻ അത്രയും അത് പറയണമെന്നുണ്ടെങ്കിൽ പൊന്നു മോനെ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അതിപ്പോൾ നീയായിട്ട് പറഞ്ഞത് ആരെയും അറിയിപ്പിക്കേണ്ട. ഈ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഹിന്ദുമതത്തിൽ ആരെയും നിർബന്ധിച്ചല്ല അവർ വ്രതം എടുപ്പിക്കുന്നതും അഗ്നിയിൽ ഇറങ്ങാനൊന്നും ആരും നിർബന്ധിച്ചിട്ടല്ല. ഇപ്പോൾ 1 വർഷം നമ്മളത് വ്രതം എടുത്തതിൻ്റെ രീതിയിൽ ആ അഗ്നിയിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ വർഷവും നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു കാര്യമാണ് വ്രതം എടുക്കണമെന്നുള്ളത്. അതാരും നിർബന്ധിച്ചിട്ട് ചെയ്യിക്കുന്നതല്ല. ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. കാവടി ആടുന്നിടത്ത് ചെന്ന് നിന്നാൽ അല്ലെങ്കിൽ ഈ ശൂലം കുത്തുന്നിടത്ത് ചെന്ന് നിന്നാൽ ഞങ്ങളുടെ നാട്ടിൽ നീ ഒന്ന് വന്നു നോക്കണം. അവിടെ ഏറ്റവും കൂടുതലും ഞങ്ങളുടെ കാവടിയാട്ടത്തിൽ ഏറ്റവും കൂടുതലും സഹകരിക്കുന്ന മുസ്ലിങ്ങളാണ്. അവരതിനകത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നീ മാത്രം എന്താണ് ഇങ്ങനെ തിരിഞ്ഞ് ചിന്തിക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നീ തന്നെ ഇന്ന് ചെയ്ത വീഡിയോയിൽ നിന്റെ ആ കമന്റ് സെക്ഷനിൽ നീ ഒന്ന് പോയി നോക്ക്. അവരവരുടെ വിശ്വാസമാണ് അവരവർ ചെയ്യുന്നത്. വെൽകുത്തി തുള്ളാനോ അല്ലെങ്കിൽ അഗ്നിയിലിറങ്ങാനോ ഖൈസിനെ ആരെങ്കിലും നിർബന്ധിച്ചോ? ഇല്ലല്ലോ. പിന്നെ വിശ്വാസങ്ങളെ കയറി ചോദ്യം ചെയ്യാൻ ഖൈസാരാണ്? നമ്മുടെ ഖൈസണ്ണനാണെങ്കിലേ എല്ലാവരെയും ഞാൻ ഒരുവിധമുള്ള വീഡിയോകളെല്ലാം കാണാറുണ്ട്. എല്ലാം ഞാൻ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബറാണ്. എനിക്കത് നോട്ടിഫിക്കേഷൻ വരും. ഞാൻ ഒരുവിധം എനിക്ക് കാണണമെന്ന് തോന്നുന്ന വീഡിയോകൾ ഞാൻ കയറി കാണും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് വിട്ട് കളയും, പോട്ടെ നിൽക്കും. ഒരുവിധമുള്ള എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ് കൈസിടുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആരും അറിയാതെ പോയുള്ള കാര്യങ്ങളായാലും ശരി തന്നെ, ആരെങ്കിലും അറിഞ്ഞ കാര്യങ്ങളായാലും ശരി തന്നെ അവൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാവരും അറിയുന്നത്. ആരും അറിയാതെ ശ്രദ്ധിക്കപ്പെടാതെ പോയ വീഡിയോകളാണെങ്കിലും അല്ലെങ്കിൽ ന്യൂസുകളാണെങ്കിലും ഏഷണി, പരദൂഷണം ഇതൊക്കെയാണ് കൈസിൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നത്. അതിന് ഒരുപാട് കമൻറ്റുകളും അവന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വീഡിയോകളും അവനെതിരെ ചെയ്തിട്ടുമുണ്ട് ഓരോ യൂട്യൂബർമാർ. ഞാനത് കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് അവൻ ചെയ്ത ഒരു വീഡിയോ, ഈ വ്രതം എടുക്കുന്ന
ആളുകൾക്കില്ലാത്ത വിഷമാണല്ലോ നിനക്ക്. ഖൈസിന്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് പരദൂഷണങ്ങളാണ്. ഏറ്റവും കൂടുതൽ മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ മാത്രമേ ഖൈസ് അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഒട്ടുമിക്ക വീഡിയോകളും ഒരു 1/4 ഭാഗം മാത്രമേ ഉള്ളൂ നല്ല രീതിയിലുള്ള വീഡിയോകൾ. ബാക്കി മൊത്തവും എല്ലാവരെയും കുറ്റം പറയുന്ന വീഡിയോകളാണ് ഖൈസ് അപ്ലോഡ് ചെയ്യുന്നത് മൊത്തവും. അതുകൊണ്ട് ഈ കുറ്റം പറയുന്നത് കാണാനുള്ള ആക്രാന്തം കൊണ്ടായിരിക്കാം അവന് വ്യൂവും കൂടുതലാണ്. നമ്മൾ നല്ല കാര്യം പറയുന്നവർക്ക് ആർക്കും വ്യൂ ഇല്ല. എത്രയോ ദിവസം ആറ്റ് നോറ്റിരുന്ന് മക്ക വരെ പോന്നു. ഇത്രയും കാശ് ചിലവാക്കി ഒരു മക്കയിൽ പോകുന്നത് എന്തിനാണ്? അതിന് നീ ഒന്ന് മറുപടി പറഞ്ഞു തരാമോ? ഈ മക്കയിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ നാട്ടുകാരെ എല്ലാം വിളിച്ച് ഞാൻ നിന്നെ വിളിക്കാൻ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? വെട്ടും കുത്തും റാത്തീബു എന്ന് പറയുന്നൊരു ആചാരം നിങ്ങൾക്കിടയിലുണ്ട്. ഞാൻ വിളിക്കുകയാണ്, അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ നിനക്ക്? അതെന്തുവാണ് ആചാരം എന്ന് നിനക്കൊന്ന് പറഞ്ഞു തരാമോ? അതുപോലെ രാവിലെ മുതൽ ഉമിനീര് പോലും ഇറക്കാതെ 3:30 മുതൽ വൈകുന്നേരം 6 മണി വരെ വെള്ളം കുടിക്കാൻ പോലും ഉമിനീര് പോലും ഇറക്കാതെ കുറെ ആൾക്കാർ നോയമ്പ് നോക്കുന്നുണ്ട്. അതെന്തിനാ ഇങ്ങനെ എടുക്കുന്നത് വ്രതം? അത് നീ ഒന്ന് പറഞ്ഞു തരാമോ? അതൊന്നും ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ? എന്തോന്നടേ ഇത്? അവരവർക്ക് വിശ്വാസം ഉണ്ടായിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ അവർ ഇറങ്ങി പുറപ്പെടുന്നത്. നീയായിട്ട് ഇനി അതിന് പ്രൊമോഷൻ കൊടുക്കുകയും വേണ്ട. അത് പരമ്പരാഗതമായിട്ടേ അത് നടന്നു വരുന്ന വിശ്വാസങ്ങളാണ്. ആ വിശ്വാസത്തെ കയറി ചൊറിയാനേ ഖൈസെ നിന്നെ ആരും ഏർപ്പാട് ചെയ്തിട്ട് നീ അതിന് ശ്രമിക്കുകയും വേണ്ട. ആ വ്രതം എടുക്കുന്നതും അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിലേ അത് അതിനകത്തായിട്ട് അത് ഇറങ്ങി അതിനകത്ത് പ്രവർത്തിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ആ വ്രതം എടുത്ത് നോക്കണം. ഇതൊന്നും പെടാതെ എവിടെങ്കിലും ഒരു മൂലക്കിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ വീഡിയോ ചെയ്ത് ഇടുന്നതല്ല മാന്യത. കാർത്തിക് സൂര്യ പറഞ്ഞത് കാർത്തിക് സൂര്യയുടെ വിശ്വാസമാണ്. കാർത്തിക് സൂര്യയുടെ അച്ഛൻ പറഞ്ഞതും ആ അച്ഛന്റെ വിശ്വാസമാണ് അദ്ദേഹം അത് പിന്തുടർന്നു എന്ന് പറഞ്ഞത്. അല്ലാതെ അത് നീ എടുത്തത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത് വിശ്വാസമുള്ള അത് ആ ആചാരക്രമങ്ങൾ അനുസരിച്ച് വ്രതം നോറ്റ് കാവടിയിൽ ഇറങ്ങുന്നവരെയാണ് ശരീരത്തിൽ കൊളുത്തിട്ടാൽ അറിയത്തില്ല, അല്ലെങ്കിൽ അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. അതിങ്ങനെ അവിടെ ഇവിടെ മൂലയിൽ ഇരുന്നും കൊണ്ടേ ഇതുപോലെ വീഡിയോ എടുത്ത് പറയും പോലെ അല്ല അത് ഇനിയെങ്കിലും ഖൈസ് മനസ്സിലാക്കണം. എൻ്റെ മോൻ ശൂലം കുത്തിയിട്ടുണ്ട്, എൻ്റെ മക്കൾ 2 പേര് ശൂലം കുത്തിയിട്ടുണ്ട്. ഓരോ വർഷം കഴിയും തോറും വിശ്വാസം അവർക്ക് കൂടിയാണ് വരുന്നത്. ഞാൻ നേരിട്ട് അനുഭവിച്ചവളായതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്നത്. മനസ്സിലായോ? ആദ്യമേ അവനവന്റെ മതത്തിലുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ശരിയാണോ നോക്കിയിട്ട് മാത്രമേ മറ്റുള്ളവരെ മതത്തെ കയറി വിമർശിക്കാൻ വരാവുള്ളൂ. ഒരു പിന്നാക്കം അറിയത്തില്ലെങ്കിലും വന്നിരുന്നുകൊണ്ട് അതും ഇതും പറയരുത്. അവരവര് വ്രതം നിന്നിട്ടാണ് ആ കാര്യങ്ങൾ നോക്കുന്നതെന്നുള്ള നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം വീഡിയോകൾ ചെയ്യാവൂ. നിന്റെ ഇതുപോലുള്ള ഏഷണിയും കുത്തിത്തിരിപ്പുള്ള വീഡിയോകളല്ല ഈ വിശ്വാസത്തിൽ കയറി തൊട്ട് കളിക്കുന്നത്. കേട്ടോ ഖൈസേ?